പത്രോസിൻ്റെ ഒന്നാം ലേഖനമാണ്. 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം 17-18. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം ഉണ്ടാകും. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താകും? വളരെ അനുഗ്രഹീതമായ ഒരു തീമിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിൽ നമ്മൾ ഒന്നാണ്, ഒന്നായി മാറുക എന്ന വളരെ ഗൗരവമേറിയ ഒരാശയത്തെയാണ് നമ്മൾ ശിരസ്സാവഹിക്കുന്നത്. എന്നാൽ ഞാനിതിൽ നിന്ന് ദൈവസഭ ഈ പത്രോസിൻ്റെ ലേഖനത്തിൻ്റെ ഗൗരവമേറിയ ഒരു പശ്ചാത്തലമുണ്ട്. പത്രോസിൻ്റെ ഗൗരവമേറിയ ലേഖനത്തിൻ്റെ പശ്ചാത്തലമെന്ന് പറയുമ്പോൾ ഈ ലേഖനത്തെ പ്രത്യാശ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നെങ്കിലും പത്രോസ് ഈ ലേഖനം എഴുതാനുണ്ടായ സാഹചര്യമെന്ന് പറയുന്നത് ദൈവസഭ കടന്നുപോയ വലിയൊരു വേദനയുടെ നടുവിലാണ്. പീഡനമെന്ന് പറഞ്ഞാൽ ഇവരുടെ ദൈവസഭയുടെ ആദിമ പീഠ കാലഘട്ടത്തിൽ, അതായത് നീറോയുടെ പീഠ കാലഘട്ടത്തിൻ്റെ ആ സാഹചര്യത്തിൽ ആ സമയത്ത് ചമയ്ക്കപ്പെടുന്ന ഒരു ലേഖനമാണിത്. കാരണം ഈ ലേഖനത്തെ പ്രത്യാശ എന്ന് നമ്മൾ പറയുന്നെങ്കിലും ശരിക്കും ഇതിൽ പ്രത്യാശ എന്ന പദത്തേക്കാൾ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു പേര് കഷ്ടത എന്നാണ്. കാരണം ഈ ലേഖനത്തിൽ 16 വിധ കഷ്ടതകൾ വാക്കുകൾ കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുക. ഈ 16 വിധ കഷ്ടതകൾ രേഖപ്പെടുത്തുമ്പോൾ ആ കഷ്ടതകളോട് ബന്ധപ്പെട്ട് 4 പദപ്രയോഗങ്ങളുണ്ട്. 4 പദപ്രയോഗം. കഷ്ടം, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുമ്പോൾ ലജ്ജിക്കരുത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ഭാഗ്യവാന്മാരാണ്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞോണം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുന്ന ഭാഗ്യമാണ്. ഇവിടെ കഷ്ടതകൾ മാറുക എന്ന വലിയൊരു പ്രതീക്ഷയുടെ ഒത്തുകൂടിയതല്ല എന്നെനിക്കറിയാം. എങ്കിലും ഇവിടെ പത്രോസ് ഈ ലേഖനം എഴുതി കൊടുക്കുന്ന കേൾവിക്കാരുടെ ആശയം, അവരുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളാണ്. ദൈവസഭയിൽ കടന്നു വന്നവരൊക്കെ പീഡനത്തിലേക്ക് കടന്നു പോവുകയാണ്. നന്മ ചെയ്തിട്ടും പീഡനം അനുഭവിക്കുന്നവരാണ്. ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്നവരാണ്. പത്രോസിൻ്റെ 2 ലേഖനങ്ങളും 3 വർഷക്കാലത്തിൻ്റെ കാലവിടവിൽ ചമയ്ക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ പത്രോസിൻ്റെ ലേഖനം, അതിൽ 2-ാം ലേഖനം എഴുതുമ്പോൾ താൻ കൃത്യമായി മെൻഷൻ ചെയ്യുന്നു, എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകാൻ സമയമായി. അതുകൊണ്ട് തന്നെ പത്രോസിൻ്റെ 2 ലേഖനങ്ങളും ഒരു മരണമൊഴി എന്ന് വേണമെങ്കിൽ നമുക്ക് ഗ്രഹിക്കാം. കൊടിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളോട് പ്രത്യാശ നിർഭരമായ ഒരാശ്വാസവാക്ക് പറയാനാണ് താൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ താൻ എഴുതുന്ന ഈ ലേഖനം, ആ ലേഖനത്തിൽ ഈ കഷ്ടമനുഭവിക്കുന്നവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് താൻ പറയുന്ന മനോഹരമായ പദം, തുടക്കമെങ്ങനെ, അതിൻ്റെ അധ്യക്ഷ വന്ദനം തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 1-2 ഇങ്ങനെ പറയുന്നത്: യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വ്രതന്മാരുമായവർക്ക് എഴുതുന്നത്. ആ അധ്യക്ഷ വന്ദനത്തിൽ തന്നെ അവരാശ്വസിക്കാനുള്ളതെല്ലാം ഉണ്ട്. എന്താണെന്നറിയാമോ? അവരനുഭവിക്കുന്ന കഷ്ടതയുടെ വർണ്ണന എന്ന് പറഞ്ഞാൽ അഗ്നിശോധന എന്നാണ്. അഗ്നിശോധന എന്ന് കൊടുത്തിരിക്കുമ്പോൾ തന്നെ വീണ്ടും പറയുന്നു നാനാ പരീക്ഷകളെന്ന്. പൊയ്ക്കിലോസ് എന്ന ഗ്രീക്ക് അവിടെ വരുന്നത്. അത് മഴവില്ലിൻ്റെ വിബ്ജിയോർ വർണ്ണങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാനാ പരീക്ഷ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ലെവൽ എന്താണെന്നറിയാം. അഗ്നിശോധന എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ കടന്നു പോകും, നന്മ ചെയ്തിട്ടും കഷ്ടം സഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ, ക്രിസ്തുവിൻ്റെ നിന്ന, ഈ പദങ്ങൾ കൊണ്ടെല്ലാം അവരുടെ പ്രശ്നങ്ങളെ മെൻഷൻ ചെയ്തിട്ട് പത്രോസ് അവർക്ക് ആ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടും മുൻപ് ഒരു അധ്യക്ഷവന്ദനം കൊടുക്കുമ്പോൾ അതിൽ പിന്നീട് വരുന്ന നാനാ പരീക്ഷയും ഒറ്റപ്പെടലും നെരിപ്പോട് പോലെ പുകയുന്നതെല്ലാം അവരുടെ അകത്ത് അങ്ങ് അലിഞ്ഞില്ലാതാകുന്ന പോലെ അവർക്കങ്ങ് തോന്നുക. പ്രശ്നം മാറിയിട്ടൊന്നുമില്ലെന്നേ, പ്രശ്നം ഉള്ളപ്പോൾ തന്നെ അവർ വേറൊരു ചിന്താഗതിയിലേക്ക് മാറുക. അവിടെ തുടങ്ങുന്ന പദം ഇങ്ങനെ, അവരെ വിളിക്കുന്ന വിളിയാണ് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നത്. അവരെ വിളിക്കുന്ന വിളി ഇന്ന് രാത്രി പറയാം. നാളെ രാത്രി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ദൈവഗ്രഹത്തിലെ ന്യായവിധി. ഞായറാഴ്ചയും കൂടെ കൊണ്ട് നമ്മൾ ആ ദൈവഗ്രഹത്തിലെ ന്യായവിധി ആകുമ്പോൾ
വരുമ്പോൾ ഏറെക്കുറെ ഡാളസ് സിറ്റി വൈഡിൽ നിന്ന് സന്തോഷത്തോടെ നമുക്ക് മടങ്ങാം. അപ്പോൾ ഇന്ന് രാത്രി അധ്യക്ഷ വന്ദനമാണ്. എന്താ പറയുന്നതെന്നറിയാമോ? ചിതറിപ്പാർക്കുന്ന പരദേശി വിശുദ്ധനും. അതായത് ചിതറിപ്പാർക്കുന്ന പരദേശിയെ വിളിക്കുന്ന വിളിയിനാണ് ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ചിതറിപ്പാർക്കുന്ന പരദേശി. ഇവിടെ പരദേശി എന്ന പദം വരുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. പരദേശിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, പരദേശിക്ക് സ്വന്തമായി ഒന്നുമില്ല, പരദേശിക്ക് ഇവിടെ ചേർത്ത് പിടിക്കാൻ പരദേശിക്ക് ആരും കൂടെ നിൽക്കില്ല, പരദേശിക്ക് നിയമത്തിൻ്റെ പരിരക്ഷ കാണില്ല, പരദേശിക്ക് ഈ ലോകത്തിൽ ഒന്നും പുകഴാൻ കാണില്ല, പരദേശിക്ക് നേരെ വരുന്ന ആക്രമണത്തിന് ആരും കുട പിടിക്കില്ല, പരദേശിക്ക് നേരെ വരുന്ന ഒറ്റപ്പെടൽ, ഒതുക്കപ്പെടൽ ഒന്നും നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്നൊരു വാക്കല്ല പരദേശി. പക്ഷേ പരദേശി എന്ന പദം പറഞ്ഞിട്ട് പത്രോസ് കൃത്യമായി പറയുന്നൊരു പദം ഇതാണ്: നിങ്ങൾ പരദേശിയാണ്, പക്ഷെ ഒരു കാര്യം അറിയണം, നീ അനുഭവിക്കുന്ന അഗ്നിശോധനയുടെ കാരണം ഈ ലോകത്തിൽ നീ പരദേശിയായതുകൊണ്ടാണ്. ഇവിടെ നിനക്ക് വരുന്ന ഒറ്റപ്പെടലിൻ്റെ കാരണം ഈ ലോകത്തിൽ നീ പരദേശിയായതുകൊണ്ടാണ്. ഇവിടെ നിനക്ക് ക്രിസ്തു അനുഭവിച്ച കഷ്ടം വരുന്നത് ഈ ലോകത്തിൽ നീ പരദേശിയായതുകൊണ്ടാണ്. നന്മ ചെയ്തിട്ടും നിനക്ക് നേരെ നിന്ന് വരുന്നത് ഈ ലോകത്തിൽ നീ പരദേശിയായതുകൊണ്ടാണ്. ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ നീ അനുഭവിക്കുന്ന ഓരോ പുകച്ചിലുകളും ഇവിടെ നീ പരദേശിയായതുകൊണ്ടാണ്. പക്ഷേ ആ പരദേശിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ആശ്വാസം എന്താണെന്നറിയാമോ? തെരഞ്ഞെടുക്കപ്പെട്ടവർ. ഇനി എങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടു? ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ടു. പരദേശിയെ ഇവിടെ കൃത്യമായി പറയുന്നൊരു പദം കൊണ്ടോ, ഈ ലോകത്തിൽ നീ പരദേശിയാണ്, പക്ഷേ നീ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ഈ ലോകത്തിൽ പരദേശി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട പരദേശി. അപ്പൊ എന്താ ഈ പദത്തിൻ്റെ അർത്ഥവ്യാപ്തി? ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണമുള്ള പരദേശി, തെരഞ്ഞെടുക്കപ്പെട്ടവർ. ദൈവത്തിൻ്റെ മുന്നറിവെന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ മുന്നറിവ് വേദപുസ്തകം പ്രത്യുത ലേഖനങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുന്നറിവ് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ മുന്നറിവ് റോമാലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും കൃത്യമായി പറയുന്നൊരു പദമാണ് ദൈവത്തിൻ്റെ മുന്നറിവ്. റോമാലേഖനം 8:29 അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുന്നറിവെന്ന ഒറ്റ പദം പറയുമ്പോൾ അതിനോട് ചേർത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ ഇവിടെ പദം കണക്റ്റായി കിടക്കുന്നത് മുൻനിയമനത്തോട് ബന്ധപ്പെട്ട. അപ്പം എന്താണ് മുന്നറിവ്? മുന്നറിവ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് സന്തോഷത്തോടെ പോകാൻ പറ്റത്തുള്ളൂ. കാരണം മുന്നറിവ് അകത്ത് കയറിയാൽ നമ്മുടെ അകത്ത് വരുന്നൊരു ആശ്വാസം എന്താണെന്നറിയാമോ? ഞാൻ ആളിൽ കുറഞ്ഞവനാണെങ്കിലും എന്നെ വിളിച്ച വിളിയും എൻ്റെ മേലുള്ള ദൈവിക പദ്ധതിയും വലുതാണ്. എന്താണ് ആ മുന്നറിവ്? മുന്നറിവിനെ കുറിച്ച് എഫേസ്യ ലേഖന കർത്താവ് പറയുന്നൊരു പദമുണ്ട്. എഫേസ്യ ലേഖനം 1:4 മുതൽ 14 വരെ 11 വാക്യങ്ങൾ കൊണ്ട് 9 പദങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വാക്കാണ് മുന്നറിവ്. എന്താ മുന്നറിവെന്ന ചോദ്യം വീണ്ടും നമുക്ക് ഇഴകേറി പരിശോധിക്കാം. അവൻ തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും, നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കനുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുൻപ് ആരംഭിച്ച പദ്ധതി. അപ്പൊ മുന്നറിവിൻ്റെ സമയം തുടക്കമെപ്പോഴാ? ലോകസ്ഥാപനത്തിന് മുൻപ്. ഒന്നുകൂടെ ആ വാക്ക് പറഞ്ഞാൽ, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി എന്ന് നടന്നു അതിന് മുൻപ് തുടങ്ങി മുന്നറിവ്. ഇനി ഞാൻ ആ മുന്നറിവ് പ്രപഞ്ചത്തിന് മുൻപെന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൽ നോക്കി പറഞ്ഞാൽ, ആദിയിൽ എന്ന പദത്തിൽ വേദപുസ്തകം ആരംഭിക്കുമ്പോൾ ആദിയോട് ചേർത്ത് പറയാൻ പറ്റുന്നൊരു പദമാണ് മുന്നറിവ്. എന്നെ അവൻ മുന്നറിഞ്ഞു, നമ്മെ അവൻ മുന്നറിഞ്ഞു, ഇന്നൊത്തുകൂടണമെന്ന് അവൻ മുന്നറിഞ്ഞു. എപ്പോഴാ? ആദിയിൽ. ആദിയിൽ എന്ന പദത്തെ എങ്ങനെ വിവക്ഷിക്കാൻ പറ്റും? പൂർവകാല നിത്യത. പൂർവകാല നിത്യത. അപ്പോൾ പൂർവകാല നിത്യതയിൽ എന്നെ മുന്നറിഞ്ഞു. ഇനി ആ മുന്നറിവ് പൂർവകാല നിത്യതയാണെങ്കിൽ വെളിപ്പാടിന് ശേഷം ഒരു നിത്യതയുണ്ടല്ലോ, ഭാവികാല നിത്യത. അപ്പോൾ വേദപുസ്തകം നിൽക്കുന്നത് എവിടെയാ? 2 നിത്യതകളുടെ ഇടയിലാണ്. പൂർവകാല നിത്യതയ്ക്കും ഭാവികാല നിത്യതയ്ക്കും നാം പാർക്കുന്നു. ഇനി പാർക്കുന്നതിനെ വെളിപ്പാട് പുസ്തകം പറയുന്നത് ഇനി കാലം ഉണ്ടാകയില്ലെന്ന്. അതിൻ്റെ അർത്ഥമുണ്ട് 2 നിത്യതകളുടെ ഇടയിൽ നാം
നാം പാർക്കുമ്പോൾ ഇതിനെ വിളിക്കുന്ന പേര് കാലം എന്നാണ്. ഇനി എന്താണ് കാലം? കാലം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുകൂടെ ലളിതമായി പറഞ്ഞാൽ ടൈം, സമയം എന്താണ്? സമയത്തെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ലളിതമായി മനസ്സിലാക്കുക. ഭൂമി എന്ന ചെറുഗോളം ഇത് 1500 മൈൽ വേഗത്തിൽ ഇങ്ങനെ കറങ്ങുകയാണ്. ഒന്ന് കറങ്ങിയപ്പോൾ നമ്മൾ ആ കറക്കത്തിൽ നിന്ന് നമ്മളെല്ലാവരും കൂടെ പറഞ്ഞു 24 മണിക്കൂറാണെന്ന്. ഇനി ഈ 24 മണിക്കൂർ നമ്മൾ പറയുമ്പോൾ ചന്ദ്രൻ വേറെ കണക്കാ പറയുക, ഇനി മാഴ്സിൽ വേറെ കണക്കാണ്, യുറാനസിൽ വേറെ കണക്കാ. അതിൻ്റെ അർത്ഥം എന്താ? അവരുടെ വലിപ്പം അനുസരിച്ച് അവർ കറങ്ങുന്നതനുസരിച്ച് ഇത് പറയുന്നത്. ഇനി 24 മണിക്കൂറിനെ ഒരു ദിവസമെന്ന് വിളിക്കുന്നെങ്കിൽ ചിലയിടത്തത് 570 മണിക്കൂറാണ്, വേറെ ചിലയിടത്ത് 278, ചിലയിടത്ത് 180. അപ്പോൾ ഈ 24 മണിക്കൂർ ഒരു ദിവസം എന്നത് നമുക്ക് തോന്നിയ ഒരവസ്ഥയാണ്. അതായത് ഭൂമി കറങ്ങിയപ്പോൾ നമുക്കൊരു ജാതി കറക്കം വന്നു. ആ കറക്കത്തെ നമ്മൾ വിളിക്കുന്ന പേര് മണിക്കൂറെന്നും ദിവസമെന്നും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കോടാകോടി ഗോളങ്ങൾ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ദ്രുതഗതിയിൽ വേഗതയിൽ കൃത്യമായി കറങ്ങുമ്പോൾ ഇതിൻ്റെ മേളിൽ ഇതിനെ കറക്കുന്ന ഒരുവനുണ്ടല്ലോ, അവനെ വിളിക്കുന്ന പേരാണ് ദൈവം. ഇനി ആ ദൈവത്തിൻ്റെ പേര് ചേർത്ത് പറയണം, നിത്യനായ ദൈവം. അതായത് പൂർവ്വകാല നിത്യതയും ഭാവികാല നിത്യതയും ഇന്നെന്ന പോലെ കാണുന്ന ഒരു മഹാദൈവം. ആ ദൈവമാണ് എൻ്റെ രക്ഷകൻ, ആ ദൈവമാണ് എൻ്റെ പ്രാണനാഥൻ, ആ ദൈവമാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ, ആ ദൈവമാണ് എന്നെ മുന്നറിഞ്ഞവൻ എന്ന് രാത്രി ഇവിടുന്ന് മടങ്ങുമ്പോൾ അകത്ത് പുകയുന്ന പ്രതികൂലങ്ങളെ നോക്കി ഞരങ്ങും മുൻപ് ആവേശത്തോടെ പറയണം, എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ഉലകിൽ ആരുമില്ലെങ്കിലും ഇവിടെ ഞാൻ പരദേശിയാണെങ്കിലും നിത്യനായവൻ്റെ നിത്യനായ ദൈവത്തിൻ്റെ മുന്നറിവിലേക്കാണ് ഞാൻ കയറിയത്. ഇന്ന് രാത്രി അപ്പോൾ നിത്യനായ ദൈവം. ഇനി നമുക്ക് കൃപ എന്ന പദത്തെ ഒന്നുകൂടെ മനസ്സിലാക്കിയാൽ കൃപ എന്താണെന്ന് ഒറ്റ വാക്കിൽ നിർവചിച്ചാൽ നിത്യനായവൻ കാലത്തിൽ പരിമിതപ്പെട്ടു. എവിടേക്ക്? ഭൂമിയിലേക്ക്. ഭൂമി എന്ന ചെറുകോളത്തിലേക്ക് അവൻ വേഷത്തിൽ മനുഷ്യനായി പരിമിതപ്പെട്ടിറങ്ങി വന്നതിനെ നമുക്ക് വിളിക്കാൻ പറ്റും കൃപ. അതിൻ്റെ അർത്ഥം ആ നിത്യനായ ദൈവം പരിമിതിക്കകത്തേക്ക് നമുക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ നമുക്കൊരു ചോദ്യം ചോദിക്കണം. അല്ലയോ മഹാദൈവമേ, അങ്ങ് ഈ കാലത്തിലേക്ക് പരിമിതപ്പെടാൻ അങ്ങേക്ക് തോന്നിയ ചേതോവികാരം എന്താ? അവിടെ പറയുന്ന പദമാണ് ലോകത്തെ സ്നേഹിച്ചു. എങ്ങനെ സ്നേഹിച്ചു? ജീവൻ നൽകി സ്നേഹിച്ചു. ആരെ സ്നേഹിച്ചു? പാപിയെ സ്നേഹിച്ചു. ആരെ സ്നേഹിച്ചു? ദൂരസ്ഥനെ സ്നേഹിച്ചു. ആരെ സ്നേഹിച്ചു? ആ ഭക്തനെ സ്നേഹിച്ചു. ആരെ സ്നേഹിച്ചു? ശത്രുവിനെ സ്നേഹിച്ചു. ആരെ സ്നേഹിച്ചു? ബലഹീനനെ സ്നേഹിച്ചു. എങ്ങനെ? ജീവൻ തന്ന് സ്നേഹിച്ചു. ഇന്ന് രാത്രി അവൻ്റെ സ്നേഹഭാജനങ്ങളായി മാറാൻ നമുക്ക് കൃപ ലഭിച്ചു. പ്രൈസ് ഗോഡ്. അപ്പോൾ ആ ദൈവം, ഇപ്പോൾ ദൈവത്തെക്കുറിച്ചൊരു വിഷനകത്ത് കയറി. ഇപ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ വിശാലതയിലേക്ക് വരികയാണ്. ഈ നിത്യനായ ദൈവത്തോടാണ് ആദി പദം പറയുന്നത്, നിരാശപ്പെടുന്നത്, മറുതലിക്കുന്നത്. അയ്യോ, എത്രയോ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തോട് ഇത് മറുമറിഞ്ഞ് നടത്തുന്നത്. ഓർക്കണം, നിത്യനായവൻ, ഇന്നെന്ന പോലെ നിത്യത ഡിസൈൻ ചെയ്തവൻ, ആ ദൈവമാണ് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നത്. ആ ദൈവം ആകാശങ്ങളും ഭൂമിയും നക്ഷത്രവ്യൂഹങ്ങളെ വാക്കാൽ പടച്ച തമ്പുരാനെ കയറി ഈ ഭൂമിയുടെ കൊച്ചു മുക്കും മൂലയിലും ഇരുന്ന് നമ്മൾ വിളിക്കുന്നൊരു വാക്കുണ്ട്, അബ്ബാ പിതാവേ. അബ്ബാ പിതാവേ. ആ രണ്ട് വാക്കും അബ്ബ പാറ്റർ, രണ്ട് പദമാണ്. പക്ഷേ ആ അബ്ബ പാറ്റർ, അബ്ബ എന്ന പദം അരാമിക്കാണ്, പാറ്റർ അത് ഗ്രീക്കിലാണ്. ഈ രണ്ട് പദം പിതാവേണ്. പക്ഷെ ഗ്രാമറിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അബ്ബ പാറ്റർ, പ്രീമച്ചർ ബേബി കൊഞ്ചലോടെ വിളിക്കുന്ന വാക്ക അബ്ബ. അപ്പോൾ പാറ്ററോ പക്വതയെത്തിയ മകൻ്റെ വിളിയാ. അങ്ങനെയാണെങ്കിൽ നിത്യനായ ദൈവത്തെ ഈ ഭൂമിയുടെ ഒരു ചെറിയ കോണിലിരുന്ന് വലിയ പ്രാപ്തിയൊന്നുമില്ലാത്ത നമ്മൾ കയറി അബ്ബ എന്ന് വിളിക്കുമ്പോൾ അത് കേൾക്കാൻ കൊതിക്കുന്ന ഒരാൾ ഉയരത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ ആവേശമകത്ത് വേണം കേട്ടോ. നമ്മൾ ഒറ്റപ്പെട്ടു ഒതുക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെട്ടു പോകരുത്. ഇവിടെ പരദേശിയാകുമ്പോൾ മുന്നറിഞ്ഞ ഒരു
ഒരുവനുണ്ട്, അവൻ്റെ മുന്നറിവിലേക്ക് നീ ഉൾപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ പദത്തിൻ്റെ ആഴം, ഭൂമി ഉണ്ടാകും മുൻപ് നിത്യനായ ദൈവം പൂർവകാല നിത്യതയിൽ നമ്മെ അറിഞ്ഞു എന്ന പദം അവിടെ രേഖപ്പെടുത്തുന്നു. 3 വാക്കുകൾ ചേർത്താണ്. എഫെസ്യ ലേഖനത്തിൽ പറയുന്നു, 1 അവൻ നമ്മെ തെരഞ്ഞെടുത്തു, 2 ദത്തെടുത്തു, 3 അവൻ നമ്മെ മുൻനിയമിച്ചു. ഇത് 3ഉം നടന്നത് പൂർവകാല നിത്യതയിലാണ്. നീ ജനിക്കും മുൻപ്, ഭൂമി ഉണ്ടാകും മുൻപ്, സർവചരാചരങ്ങളും ചമയ്ക്കപ്പെടും മുൻപ് നിന്നെ തെരഞ്ഞെടുത്തു, നിന്നെ ദത്തെടുത്തു, നിന്നെ മുൻനിയമിച്ചു. അതിൽ ഈ 3 പദങ്ങൾക്കും അതിൻ്റെതായ അർത്ഥവ്യാപ്തിയുണ്ട്. തെരഞ്ഞെടുപ്പ് എന്ന പദം ഒന്നിലധികം ഓപ്ഷൻസ് ഉള്ളത് കൊണ്ടല്ലേ തെരഞ്ഞെടുപ്പ് വന്നത്. നമ്മേക്കാൾ, നമ്മോട് കിടപിടിക്കുന്ന, നമ്മേക്കാൾ ഹീനമായ 3 തരത്തിൽ ഓപ്ഷൻസ് ഉള്ളപ്പോഴാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തി. അങ്ങനെങ്കിൽ നമ്മേക്കാൾ കഴിവുള്ളവരുണ്ടായിരുന്നു, പ്രാപ്തിയുള്ളവരുണ്ടായിരുന്നു, നമ്മേക്കാൾ കുടുംബ മഹിമയുള്ളവരുണ്ടായിരുന്നു, നമ്മേക്കാൾ ഹീനമായ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരുന്നു. പക്ഷേ അവരെ ഒന്നും കാണാതെ നിന്നിലേക്ക് മാത്രം ആ ദൈവത്തിൻ്റെ മുന്നറിവിൻ്റെ ഭാഗമായ ആ തെരഞ്ഞെടുപ്പ് വന്നെങ്കിൽ ഇന്ന് രാത്രി ഏറ്റവും വലിയ വിടുതൽ വീട് കിട്ടിയതല്ല, ജോലി കിട്ടിയതല്ല, സാമ്പത്തിക ലഭ്യതയല്ല, അമേരിക്ക വന്നതല്ല, എന്നെ തെരഞ്ഞെടുത്തു. ആര്? മഹാദൈവം. പ്രൈസ് ദി ലോർഡ്. ആ തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ട് ചേർത്ത് വിവരിക്കുക. അവൻ തെരഞ്ഞെടുത്തു, ദത്തെടുത്തു, മുൻ നിയമിച്ചു. പ്രൊറീഡ്സോ ആ പദത്തിനാണ് അർത്ഥവ്യാപ്തി. അവൻ നമ്മെ മുൻനിയമിച്ചു. എപ്പോഴാണെന്നറിയാമോ? പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപ് അവൻ നമ്മെ മുൻനിയമിച്ചു. ഈ മുൻനിയമനം 3 നിലയിൽ അർത്ഥവ്യാപ്തിയുണ്ട്. പ്രൊറീഡ്സോ 3 നിലയിൽ എന്ന് പറയുമ്പോൾ 1 ഒരു കോടതിയുടെ തീർപ്പാണ്, 2 ഒരു രാജകൽപ്പനയാണ്, 3 ഒരു കമ്പനിയുടെ വിജ്ഞാപനമാണ്. ഇളവുകളിലൂടെ ഉള്ള നിയമനം. എന്താണെന്നറിയാമോ? ഒരു ചില പ്രത്യേക സാഹചര്യത്തിൽ യോഗ്യത നോക്കി നമുക്ക് ഒരു ജോലി കിട്ടും, അത് യോഗ്യത നോക്കിയാണ്. എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ ഒരു കമ്പനി ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അയോഗ്യനായവനെ അവിടെ അങ്ങ് അപ്പോയിൻ്റ് ചെയ്യും. എന്തിനാണെന്നറിയാമോ? അത് കമ്പനിയുടെ സ്വയതാല്പര്യമാണ്, ഇളവുകളിലൂടെയുള്ള നിയമനമാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? കഴിവ് നോക്കിയാൽ പ്രാപ്തനല്ല, പക്ഷേ കമ്പനി തീരുമാനിച്ചു അവനെ ഒരു പൊസിഷൻ കൊടുത്തിട്ട് അവനെ അങ്ങിരുത്തുക. ആർക്കും അതിനെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം കമ്പനി പ്രത്യേക നിയമത്തിൻ്റെ പരിരക്ഷയിലൂടെ ഒരുക്കി വെച്ചെങ്കിൽ നമ്മോട് ബന്ധപ്പെട്ട പദം പറയുമ്പോൾ ഒന്ന് ഓർക്കണം, അവൻ നമ്മെ മുൻനിയമിച്ചു. ദൈവത്തിൻ്റെ മുന്നറിവ് എന്ന പദം വരുമ്പോൾ ഭൂതകാലത്തിൽ നീ ആരായിരുന്നു എന്നും, വർത്തമാന കാലഘട്ടത്തിൽ ആരായിരിക്കുന്നു എന്നും, ഭാവി കാലത്തിൽ നീ എവിടെ എത്തുമെന്നും കൃത്യമായി അറിവുള്ളവൻ. അവൻ നമ്മെ മുൻനിയമിച്ചു. എവിടെ മുൻനിയമിച്ചു എന്ന ചോദ്യത്തിന് തിരുവെടുത്ത് വീണ്ടും പറയുന്നൊരു പദമുണ്ട്. റോമാലേഖനത്തിലാണ് ആ മുൻനിയമനം കണക്ട് ചെയ്ത് വെക്കുന്നത്. റോമാലേഖനം 11:17 കാട്ടൊലിവായ നിന്നെ, ശ്രദ്ധിക്കണേ, കൊമ്പുകളിൽ ചിലതിനെ ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു. അപ്പൊ ഈ മുൻനിയമനം ഇവിടെ പറയുന്നത് അവയുടെ ഇടയിൽ ഒട്ടിച്ചു. എവിടെ ഒട്ടിച്ചു? കാട്ടൊലിവായ നിന്നെ നാട്ടൊലിവിൻ്റെ കൊമ്പിനെ ഒടിച്ചിട്ട് ഇടയിൽ ഒട്ടിച്ചു. ഈ ഇടയിൽ ഒട്ടിച്ചെന്ന് പറയുമ്പോൾ അതിന് നമ്മൾ അല്പം കൂടെ ഗൗരവമുള്ള ആശയം കൊടുക്കണം. കാരണം യഹൂദനോട് ബന്ധപ്പെട്ട് ദൈവിക പദ്ധതി 70 ആഴ്ചവട്ടം, അതിൽ 69-ാം ആഴ്ചവട്ടത്തിനും 70-ാം ആഴ്ചവട്ടത്തിനും ഇടയ്ക്ക് ഒട്ടിച്ചു. എത്ര വലിയ ആശയം ഒന്ന് ഓർത്ത് നോക്കിക്കേ. വീണ്ടും നമ്മൾ ഒന്നുകൂടെ പറയണം. ഇടയ്ക്കൊട്ടിച്ചു. എവിടെ ഒട്ടിച്ചു? 2 യുഗങ്ങളുടെ ഇടയിൽ ഒട്ടിച്ചു. അതെവിടെയാ? ന്യായപ്രമാണ യുഗത്തിനും സഹസ്രാബ്ദത്തിനും ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പിൽ കൃപായുഗമെന്ന് എഴുതിയിട്ട് അവിടെ ഒട്ടിച്ചെന്ന്. ഒന്ന് ഓർക്കണം, ഈ ദൈവിക പദ്ധതി യുഗങ്ങളുടെ കണക്കെടുത്താൽ ദൈവത്തിൻ്റെ കണ്ണിൽ ഏറ്റവും കരുണ തോന്നിയ നിമിഷമാണ് കൃപായുഗം. എന്താണെന്നറിയാമോ? ഈ കൃപായുഗം എന്ന് പറഞ്ഞാൽ ഇതിന് മുൻപും ഇതിന് ശേഷവും ഇങ്ങനൊന്നില്ല. അതായത് ഇതിന് മുൻപ് കർമ്മങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നിയമങ്ങൾ, നിയമാവലികൾ, അങ്ങനെ കടന്നു പോകുന്ന ദൈവിക പദ്ധതി. എന്നാൽ കൃപായുഗം എല്ലാം അങ്ങ് ഒഴിവാക്കിയിട്ട് വിശ്വാസത്തിലേക്ക് മാത്രം ഒതുക്കി തന്ന ദൈവത്തിൻ്റെ മഹാപദ്ധതി ആ കൃപായുഗത്തിൽ ഒട്ടിച്ചു. വീണ്ടും ഈ ഒട്ടിച്ചു എന്ന പദത്തെ അടുത്തത്
നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് സ്ഥലമില്ലായിരുന്നു. സ്ഥലമില്ലാത്തിടത്ത് ഇടമൊരുക്കി അവൻ ഒട്ടിച്ചു. എവിടെയാണെന്നറിയാമോ? ദൈവിക പദ്ധതിയുടെ ക്യാൻവാസിൽ യഹൂദനായിരുന്നത്. യഹൂദൻ ഇരുന്ന ആ ഇടത്തേക്ക് പുറജാതികളായ നമ്മെ അവൻ സ്ഥലം ഇല്ലാത്തിടത്ത് സ്ഥലം ഉണ്ടാക്കി അവൻ ഒട്ടിച്ചെന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥവ്യാപ്തി? വീണ്ടും നമ്മൾ ഈ പദത്തെ ഒന്നുകൂടെ ചിന്തിച്ചാൽ അത് എഴുതുന്നത് 25-ാം വാക്യത്തിലാണ്. റോമർ 11:25 പൗലോസ് പറയുന്ന പദം ഇതാണ്: അല്ലയോ സഹോദരന്മാരെ, നിങ്ങൾക്ക് തന്നെ ബുദ്ധിമാന്മാരെന്ന് തോന്നാതിരിക്കേണ്ടതിന് ഇത് ഞാൻ എഴുതുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. എവിടെ ഒട്ടിച്ചെന്നറിയാമോ? ജാതികളുടെ പൂർണ്ണസംഖ്യ. എന്താ ഈ ജാതികളുടെ പൂർണ്ണസംഖ്യ? ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറയുമ്പോൾ ഇത് കാൽവറിയിൽ തുടങ്ങിയൊരു പദ്ധതിയാണ്. കാൽവറിയിൽ തുടങ്ങിയ പദ്ധതി കാഹളനാദം വരെയുള്ള ഒരു ദൈവിക പ്രോസസ്സ്. ഒരിക്കൽ കൂടെ ഞാൻ ലളിതമാക്കാം. കാൽവറിയിൽ തുടങ്ങിയെന്ന് പറയുമ്പോൾ എന്താണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ബലിമരണം അരങ്ങേറുന്ന വേള, ആ സമയത്ത് കാൽവറിയിൽ തസ്കരൻ്റെ ഒരു യാചനയുടെ സ്വരമുണ്ടല്ലോ. ആ യാചന എന്ന് പറയുമ്പോൾ കള്ളൻ പറയുന്നത്, ചോദിക്കുക, നീ രാജ്യത്വം പ്രാപിക്കുമ്പോഴേ എന്നെയും കൂടെ ഓർക്കാമോ? ആ ഒറ്റ ചോദ്യം ഉയർത്തുമ്പോൾ അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥൻ കാൽവറിയിൽ മുഴിഞ്ഞ ശബ്ദം, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അങ്ങനെ കള്ളൻ ദാ പോകയ കർത്താവിൻ്റെ കൂടെ പറുദീസയിലേക്ക് ചെന്ന് പോകുന്ന സ്ഥലം എവിടാണെന്ന് നോക്കിക്കേ. ചെല്ലുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ മടിയാണ്. അബ്രഹാമിൻ്റെ മടിയിൽ ആരുണ്ടെന്നറിയാമോ? അബ്രഹാമിൻ്റെ മടിയിലേക്ക് ചെല്ലുമ്പോൾ ഹാബേൽ മുതലുള്ള അധികായകന്മാരുടെ വിശ്രമ സ്ഥലമാണത്. അവിടെ ചെന്നപ്പോൾ കാണാം, ആദ്യം കണ്ട ആളെ കള്ളൻ നോക്കിയപ്പോൾ ആദ്യം കണ്ട ആളെ കണ്ട് അവരെല്ലാം വണങ്ങുന്നു, അവരെല്ലാം എഴുന്നേൽക്കുന്നു, അവരെല്ലാം ഉച്ചത്തിൽ നന്ദിയർപ്പണവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുക. ആരോട്? നസ്രായനോട്. കാരണം യുഗങ്ങളായി നടത്തിയ ആരാധന, വിശ്വാസത്തിൽ നടത്തിയ എല്ലാ പ്രവർത്തികളുടെയും കേന്ദ്രമായവനെ അവരവിടെ കാണുമ്പോൾ അവരുടെ കണ്ടനാളം ഉരുകി, അവരുടെ ഉള്ളുരുകിക്കൊണ്ട് നന്ദി പറയുമ്പോൾ ഇതെല്ലാം കണ്ടൊന്നും മനസ്സിലാകാതെ കള്ളൻ അവിടെ നിൽക്കുക. കാരണം എന്താണെന്നറിയാമോ? ഇദ്ദേഹത്തിൻ്റെ വലിപ്പം അറിയാതെ കാൽവറി വെച്ചൊന്ന് ചോദിച്ചതേ ഉള്ളൂ. ഓർക്കാമോ? ഇദ്ദേഹം പറഞ്ഞു ഓടെ പോരെന്ന്. വന്നപ്പോൾ ഇദ്ദേഹം നോക്കിയപ്പോൾ ആളുകളൊക്കെ എഴുന്നേൽക്കുന്നു. കള്ളൻ്റെ ചിന്ത എന്താണെന്നറിയാമോ? എൻ്റെ ഭാവനയാ, ഞാനും ഒട്ടും മോശമൊന്നുമല്ല. കാരണം അല്ലേ പിന്നെ ഇത്രയും വലിയ മനുഷ്യൻ്റെ കൂടെ ഞാൻ വന്നപ്പോൾ ഇവരെല്ലാം വണങ്ങണമെങ്കിൽ ഞാനും ഒട്ടും മോശമൊന്നുമല്ല. ആദ്യം കണ്ട ആളെടുക്കൽ ചെന്ന് പരിചയപ്പെടാൻ ചെന്നു. ആദ്യം കണ്ട ആളോട് ചോദിച്ചു, എക്സ്ക്യൂസ് മീ ബ്രദറെ, പേരെന്താ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് ഹാബേൽ എന്നാണ്. ഞാൻ ആദ്യം വന്നത്. അന്നേരം ഇവിടെ ആരുമില്ലായിരുന്നു. അപ്പോൾ പുള്ളി ബേസ് താത്തിട്ട് അടുത്ത ആളോട് ചോദിച്ചു, പേരെന്താ? എൻ്റെ പേര് ഹാനോക്കെന്നാ. ഞാൻ 300 വർഷം ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസത്താൽ നടന്നിട്ട് ഇദ്ദേഹം തന്നെ ആയതുകൊണ്ട് എന്നെ ഇങ്ങ് വിളിച്ചു. അടുത്ത ആള്, പേരെന്തുവാ? എന്നെ അറിയത്തില്ലേ? എൻ്റെ പേരാണ് നോഹ, പെട്ടകം പണിതാൾ. മനസ്സിലായി? ഇതാരാ? ഞാൻ അബ്രഹാം. ഇതോ? അതെൻ്റെ മകൻ ഇസഹാക്ക. അതാരാ? അതവൻ്റെ മകൻ യാക്കോബ. അതോ? അത് യോസഫ. അതാരാ? ഏലിയാവ ആയിരിക്കുന്നത്. അത് ഏലിശയ. അതോ യെശയ്യാവ. ഇതോ ദാനിയല. ആ പോകുന്ന ആരാ? ഹോശയാണ്. ആ മാറിയിരിക്കുന്ന ആരാ? സ്നാപക യോഹന്നാൻ. പുള്ളിക്ക് പിടികിട്ടി. വമ്പൻ പുള്ളികളാ. തിരിയാൻ തുടങ്ങുമ്പോൾ അവർ ചോദിച്ചു, എക്സ്ക്യൂസ് മീ, ഇന്ന് വന്ന മോനെ? ഓ, മോൻ്റെ പേരെന്ന് പറഞ്ഞേ. അപ്പോൾ അടുത്ത ആൾ പറഞ്ഞു, ഗോത്രം ഒന്ന് പറഞ്ഞേക്കണം. അപ്പോൾ അവിടുന്ന് അഹരോൻ പറഞ്ഞു, ആ കൂറ് ഒന്ന് പറഞ്ഞേ. മിരിയാൻ പറഞ്ഞു, മമ്മിയുടെ പേരൂടെ ഒന്ന് പറയണം. അപ്പോൾ അപ്പുറത്തിരുന്നവൻ പറഞ്ഞു, ഞങ്ങൾ ഓരോന്ന് ചെയ്താ വന്നേ. നോഹയാ, ഞങ്ങൾ പെട്ടകം പണിത. മോൻ എന്നാ പറഞ്ഞ ചെയ്തിട്ടാ വന്നേ? ചുരുക്കി പറഞ്ഞാലേ ഇങ്ങേര് ചിന്തിച്ചു, വരണ്ടായിരുന്നു. എന്താ കാര്യം എന്നറിയാമോ? ഈ ആദ്യം വിചാരിച്ച പോലല്ല. എന്തായിരിക്കും മറുപടി എന്നറിയാമോ? എൻ്റെ പൊന്നച്ചായന്മാരെ, ഞാൻ വന്നത് നിങ്ങളെപ്പോലല്ല. കഴിവോ മിടുക്കോ പ്രാപ്തിയോ നിങ്ങളെപ്പോലെ എന്തെങ്കിലും തെളിയിച്ചിട്ട് വന്നതല്ല. വിശുദ്ധി തെളിയിച്ചിട്ട് വന്നതല്ല. നാളെ നന്നായത് കൊണ്ട് വന്നതല്ല. ഈ മഹാത്മാവിനെ ഞാൻ കണ്ടതെങ്ങനെയാണെന്നറിയാമോ? എൻ്റെ കൊടിയ പാതകം നിമിത്തം
മരണം എൻ്റെ അരികിൽ അണയുന്ന നിമിഷം ഞാൻ ഈ മഹാത്മാവിനെ കണ്ടു. അവൻ്റെ സപ്തമൊഴി പ്രവാഹം ഞാൻ എൻ്റെ കാതിൽ കേട്ടു. അവൻ്റെ ഒന്നാമത്തെ മൊഴി എൻ്റെ കാതിൽ ആർത്തലച്ചു വന്നു. അടിച്ചവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, തുപ്പിയവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അങ്കി പകുത്തെടുത്തവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മഹാത്മാവിനെ ഞാൻ കണ്ടു. അവനോട് ഞാൻ ചോദിച്ചത് എന്നെ ഒന്ന് ഓർക്കണേന്ന്. ആ മഹാത്മാവിൻ്റെ വാക്ക് മറുപടിയായി വന്നത് ഓർക്കാമെന്നല്ല, എൻ്റെ കൂടെ പോരെന്ന്. അതെ, കൃപയാൽ കൃപയാൽ കൃപയാല ഞാൻ രക്ഷിക്കപ്പെട്ടത്. കൃപയാൽ രക്ഷിക്കപ്പെട്ടവരുടെ സംഘത്തിൽ നാമും കയറി. ഈ സംഘം അങ്ങനെ കള്ളം കയറി തുടങ്ങിയ സംഘം ജാതികളുടെ സംഖ്യ. ജാതികളുടെ കാലം BC 600 തുടങ്ങി. അത് സഹസ്രാബ്ദത്തിൽ അവസാനിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ജാതികളുടെ സംഖ്യ കാൽവറിയിൽ തുടങ്ങിയതാണ്. ഇതെന്ന് അവസാനിക്കുമെന്നറിയാമോ? അന്ന് കള്ളം കയറി, പിന്നെയും കള്ളന്മാർ കയറി, കള്ളന്മാർ ഒരുപാട് കയറി, വീണ്ടും കള്ളന്മാർ കയറി, ഇനിയും കള്ളന്മാർ കയറാനുണ്ട്. ലാസ്റ്റ് കള്ളൻ ആരോ ഒരുത്തനുണ്ട്. അവൻ കയറുന്നതിൻ്റെ അന്ന് ഇതിൻ്റെ കവാടമടയും. ഇപ്പോൾ ഒരു കാര്യം പിടികിട്ടിയോ? ഇതൊരു പേടകമാണ്. ഈ പേടകത്തെ ഒരു പേര് വിളിക്കാം, സഭ എന്ന പേര് വിളിക്കാം. അതായത് കാൽവറി മുതൽ കാഹളനാദം വരെയുള്ള ദൈവിക പദ്ധതിയുടെ വേദിയിൽ പ്രത്യേക ഇടപെടലോടെ മുൻനിയമനപ്രകാരം, മുൻനിർണയപ്രകാരം, മുന്നറിവിൻ പ്രകാരം ഒരുക്കപ്പെടുന്ന ഒരു സംഘമാണിത്. ഈ സംഘത്തിലേക്ക് ആദ്യം കള്ളം കയറി തുടങ്ങിയെങ്കിൽ അവസാനത്തെ ആൾ ആരാകുമെന്നറിയണ്ടേ? മുന്നറിവ്. അത് മുന്നറിവിൽപ്പെട്ട കാര്യമാണ്. എന്താണെന്നറിയാമോ? മഹാദൈവം, നിത്യനായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മാത്രമുള്ള ഒരു മർമ്മമാണ് അവസാന ആളാരാണെന്ന്. അവസാനത്തെ ആൾ കയറിയാൽ പിന്നെ കവാടമങ്ങടയും. പിന്നീട് ഈ പേടകം ഇവിടെ അല്ല, ഇതിവിടെ നിന്ന് പറന്നുയരാൻ പോകുകയാ. ഒരു കാര്യം അറിയണം, സഭ എന്ന ഫ്ലൈറ്റ് ലോകത്തിൻ്റെ റൺവേയിൽ കിടക്കുക ഇന്ന്. ഇതിനകത്ത് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് കയറാൻ ആദ്യം ഇരുന്നത് യഹൂദന്മാരാ. ആ യഹൂദന്മാരെ എല്ലാം എഴുന്നേൽപ്പിച്ചിട്ട് നസറായൻ പറഞ്ഞു, ഇറങ്ങടാ എല്ലാം വെളിയിൽ. അവരിറങ്ങുമ്പോൾ അവർ ചോദിച്ചു, ആരാ ഇനി ഞങ്ങൾ പോയാൽ വരാൻ പോകുന്നത്? കർത്താവ് പറഞ്ഞു, എന്താണെന്നറിയാമോ? കല്യാണ സദ്യക്ക് വിളിച്ചപ്പോഴേ ഒരുപാട് പേര് ഒഴിഞ്ഞു. കർത്താവ് പറഞ്ഞു, സാരമില്ല, വഴി കണ്ടവനെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് ഇരുത്തിയതുപോലെ നമ്മളെല്ലാം നമ്മളെല്ലാം കൂടെ ഇരുത്തിയ സീറ്റ് എത്ര പ്രിവിലേജാണെന്ന് വരുന്നതെന്ന് നിങ്ങൾ ഓർത്തോണേ. നമ്മൾ ഇതിനകത്തിരുന്ന് ഗ്ലോറി വിക്ടറി ഒക്കെ പറയുമ്പം ആ വിൻഡോയിൽ കൂടെ പുറത്തോട്ട് നോക്കണം. ആരാന്നറിയാമോ? കഴിവുള്ള, കരുത്തുള്ള പലതും പുറത്ത് നിൽക്കുമ്പോൾ ഈ ഫ്ലൈറ്റിനകത്ത് നിനക്ക് സീറ്റ് കിട്ടി. മറക്കരുത്, നീ ഇരിക്കുന്ന ആ ഇരിപ്പിടം ചെറുതല്ല, ഒരു വലിയ മുന്നറിവിൻ പ്രകാരമാണ്. പിടികിട്ടിയോ? മുന്നറിവിൻ പ്രകാരമുള്ള പദ്ധതിയാണ്. ഇതൊരു ചെറിയ പ്ലാൻ അല്ല, ഒരു ചെറിയ പദ്ധതിയല്ല. നിന്നെ ആർക്കും മനസ്സിലാകുന്നില്ലെങ്കിലും ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ മുന്നറിവിൻ പ്രകാരമാണ് നീ രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ട നീ, ദൈവം നിന്റെ മേൽ വെച്ച പദ്ധതിയെ ചെറുതായി കാണരുത്. പ്രതികൂലം ഉയരട്ടെ, പ്രശ്നങ്ങൾ ഉയരട്ടെ, ഒറ്റപ്പെടൽ വരട്ടെ, ആട്ടും തുപ്പും വരട്ടെ, പരാജയപ്പെട്ടു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, അകത്ത് കത്തുന്ന ആത്മനിറവോടെ ഇന്ന് രാത്രി ഒരുക്കപ്പെട്. ഇനി അധിക നാൾ ഞാൻ ഇതിനകത്ത് ഇരിക്കേണ്ടി വരില്ല. ആദ്യം കയറിയവരുണ്ട്. ചോദ്യം, എന്തുകൊണ്ട് വൈകുന്നു? പോകാത്തത് എന്താ? പോകാത്തത് ഈ ലിസ്റ്റും പ്രകാരം വരാൻ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം റിസർവേഷൻ ചാർട്ടിൽ ഉള്ളവരാ. ചിലർ ചെക്ക് ഇൻ ചെയ്തേ ഉള്ളൂ, ചിലർ കസ്റ്റംസ് ക്ലിയറൻസിലാണ്. അവരോടൊന്ന് വരട്ടെ, അവരോട് വരട്ടെ, വന്നു കഴിഞ്ഞ് പോകൂന്നേ. നമ്മൾ വിപ്രളപ്പെടുന്നതിനാ? കയറിയിരിക്കെ വിഷമിക്കാതിരിക്കുക, അവിടെ കിടന്ന് ആകുലപ്പെടരുത്. നമ്മൾ അതിനകത്തിരുന്ന് എയർ ഹോസ്റ്റസിനോടൊന്ന് കുസ്തി പിടിക്കും. ഇപ്പം തന്നെ ബിരിയാണി ഇതാ, എനിക്കുള്ള ബിരിയാണി അല്ല, നീ ഒന്ന് അടങ്ങ് അതിനകത്ത്. അന്നേരം പറഞ്ഞ് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. വെറുതെ ബഹളം ഉണ്ടാക്കാതെ. അവർ ചോദിക്കും, ഇത് എവിടെ നിന്ന് കയറിയതാ? ഡാളസിൽ നിന്ന്. എത്രയോ പേരായിരുന്നു. അവർ ചോദിക്കും, ഇത് എവിടെ നിന്ന് കയറിയത്? ഈ ബഹളം കയറിയപ്പോൾ തന്നെ ഇത്രയും ബഹളം ഉണ്ടാക്കുന്നത് നിനക്കുള്ളതുകൊണ്ട് ഇതൊന്നും പോങ്ങട്ടെ. ഇതിനകത്ത് നിനക്ക് അത്യാവശ്യം വേണ്ടതുണ്ട്, ജീവനും ഭക്തിക്കും വേണ്ടി ഇതിനകത്തുണ്ട്. പക്ഷേ ഇത് ലാൻഡ് ചെയ്യുന്നൊരു വീട്ടിലാണ്,
ഒരു നാട്ടിലാണ്. അവിടെ നിനക്ക് വേണ്ടിയതെല്ലാം ഉണ്ട്. അവിടാണ് വീടൊരുക്കി കാത്തിരിക്കുന്ന പ്രാണനാഥൻ. അവിടാണ് നിന്റെ പേര്, അവിടാണ് നിന്റെ പൗരത്വം, അവിടാണ് നിന്റെ അവകാശം, അവിടാണ് നിന്റെ നിക്ഷേപം, അവിടാണ് നിന്നെ കാത്തിരിക്കുന്ന വലിയൊരു സംഘം. അപ്പം നമ്മൾ യാത്രക്കാരാ. എത്ര നാൾ എന്ന ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ: അവസാനത്തെ ആളുടെ കയറണം. അങ്ങനെയാണെങ്കിൽ ഈ ലിസ്റ്റ് ഇപ്പോൾ ആരുടെ കയ്യിലുണ്ട്? പിതാവായ ദൈവത്തിൻ്റെ കയ്യിൽ. പുത്രൻ തമ്പുരാനോട് ശിഷ്യന്മാർ ചോദിച്ചു, നാഥ, നിന്റെ വരവെപ്പോഴാ? ഞങ്ങളോടൊന്ന് പറയണം. ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ പുത്രനോ ദൂതന്മാർക്കും അറിയത്തില്ല. പിതാവിൻ്റെ ഹൃദയത്തിൽ മാത്രമുള്ള ഒരു സംഖ്യ. ആ സംഖ്യയെ നമുക്കിന്ന് വിളിക്കാൻ പറ്റും മുന്നറിവ്. ഇപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, മുന്നറിവിനൊത്തവണ്ണം. ഇനി ഞാൻ ആ പദം കൺക്ലൂഡ് ചെയ്യാൻ പോകുകയാണ്. ആ മുന്നറിവെന്ന പദം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിന് ഒറ്റ വാക്കിൽ ഒരു ആശയം പറഞ്ഞാൽ, എത്ര നാൾ കാത്തിരിക്കണം എന്ന ചോദ്യത്തിന് അവസാനത്തെ ആളുടെ കയറിയാൽ ഇതിൻ്റെ വാതിലടയും, ഇത് പറന്നു തരും. അതോട് അവസാനിക്കുന്നത് കൃപായുഗമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി രക്ഷിക്കപ്പെടാതെ, സ്നാനപ്പെടാതെ, വിശുദ്ധ ജീവിതത്തിലേക്ക് എത്താത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരുങ്ങിക്കോണേ, നഷ്ടപ്പെടുത്തരുത്. നല്ല നിമിഷമാണ്. ഇനി എത്ര നാൾ നമ്മൾ ഇതിൽ കാത്തിരിക്കേണ്ടി വരുമെന്ന ചോദ്യത്തിന് സമയമായോന്നല്ലേ. നമുക്ക് ഈ അവസാനത്തെ ആളുടെ ലിസ്റ്റൊന്നും കിട്ടില്ല കേട്ടോ. കർത്താവിൻ്റെ കാഹളം കേൾക്കാൻ എത്ര നാൾ എന്ന ചോദ്യത്തിന് ഒരു കാര്യം മനസ്സിലാക്കണം: 2 സംഖ്യകൾ ഒരു ദിവസം പൂർണ്ണമാകും. എങ്ങനെയാണെന്നറിയാമോ? അവസാനത്തെ ആൾ ഈ സഭയ്ക്കകത്ത് കയറുമ്പോൾ കൃപായുഗം തീരുമെങ്കിൽ അതേ ദിവസം മറ്റൊരു സംഖ്യ പൂർണ്ണമാകുന്നുണ്ട്. അവസാന ജൂതൻ അവൻ്റെ നാട്ടിൽ കാലുകുത്തും. അവസാന ജൂതൻ അവൻ്റെ നാട്ടിൽ കാലുകുത്തുമ്പോൾ കാഹളം മുഴങ്ങുന്നെങ്കിൽ നമ്മുടെ അവസാനത്തെ ആൾ ആരാന്ന് നമുക്കറിയത്തില്ല. പക്ഷേ യഹൂദനെ നോക്കണം. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഒരാത്മീയന് മനസ്സിലാകും, അധിക നാൾ ഇനി ഞാൻ ഡാളസിൽ കാണില്ല. ഈ യഹൂദൻ്റെ കണക്കും പ്രകാരം നോക്കിയാൽ 2012 മുതൽ മടങ്ങി വരവ് തുടങ്ങി. ഏകദേശം 92% ജൂതന്മാർ മടങ്ങി വന്നെങ്കിൽ 1% മാത്രം ഇനി വരാനുള്ളൂ. അതിനുള്ളിൽ അതുകൊണ്ട് വലിയ പ്ലാനിംഗ് ഒന്നും വേണ്ട. ഈ തലമുറ സെമിത്തേരി കാണില്ല. ഈ തലമുറ സെമിത്തേരികളിൽ അന്ത്യവിശ്രമം കൊള്ളേണ്ടവരല്ല. ഈ തലമുറ ജീവനോടെ രൂപാന്തരപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് അയാറിൽ ഇനി കേൾക്കാൻ പോകുന്ന ശബ്ദം എന്താണെന്നറിയാമോ? അത്തിക്കായ്കൾ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. എൻ്റെ പ്രാവേ, കടുംതൂക്കിൻ്റെ മറവിലും പാറയുടെ പിളർപ്പിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, നിന്റെ മുഖമൊന്ന് കാണട്ടെ. ഈ പ്രാവെങ്ങനെ കടുംതൂക്കിൻ്റെ മറവിലും പാറയുടെ പിളർപ്പിലും എത്തിയത്? ഉത്തമഗീതങ്ങൾ ഇത് പറയുമ്പോൾ പഴയ നിയമാചാരത്തോട് ബന്ധപ്പെട്ടൊരു പദമാണ്. ലേവ്യ പുസ്തകം 14 കാണുന്നൊരു സംഭവമാണ്. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിന് 2 പ്രാക്കളെ എടുക്കും. അതിൻ്റെ ഒന്നിനെ ചിറക് കെട്ടിയിട്ട് ഉറവ വെള്ളത്തിൽ അറുക്കും. ശേഷം ഈസോപ്പ് തണ്ട്, ദേവദാരി, ചുവപ്പ് നൂൽ എന്നിവ ചേർത്ത് ആ രക്തത്തെ ആ ഈസോപ്പ് തണ്ടിൽ മുക്കിയിട്ട് രക്തം യാഗപീഠത്തിൽ തളിക്കും. ശേഷം കുഷ്ഠരോഗിയുടെ മേലും തളിച്ച് അവനെ ശുദ്ധിയുള്ളവനാക്കും. ശേഷം എന്താണെന്നറിയാമോ? ഈ ജീവനുള്ള പ്രാവിനെയില്ലേ, ആ വെള്ളത്തിൽ മുക്കിയിട്ട് അതിൻ്റെ ചിറകിൻ്റെ കെട്ടഴിച്ചിട്ട് പറത്തി അങ്ങ് വിടും. പറത്തി വിടുമ്പോൾ ഈ രക്തത്തിൽ കുളിച്ച പ്രാവ് പറന്ന് 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 പഴയ ഇടത്തിരതെടി ചെല്ലുമ്പോൾ അവിടെ ഈ രക്തത്തിൻ്റെ രൂക്ഷഗന്ധമുള്ളത് കൊണ്ട് മറ്റ് പറവകൾ കൊത്തി ഓടിക്കും. നിന്റെ മേൽ രക്തത്തിൻ്റെ ഗന്ധമാണ്. ഇത് അടുത്ത മരക്കൊമ്പിൽ ചെന്നിരുന്നാൽ കഴുകനും റാഞ്ചൻ പക്ഷിയും കൊത്തി ഓടിക്കാൻ വരും. അവിടെയും അത് വീണ്ടും പറക്കുക. ഇനി പുള്ളും റാഞ്ചൻ പക്ഷിയും ഉൾപ്പെടുന്ന മാംസഭോജികൾ ഈ രക്തത്തിൻ്റെ ഗന്ധം കൊണ്ട് ഇതിനെ ഓടി പറക്കുന്നതിൻ്റെ പിന്നാലെ വരുന്നു ആക്രമിക്കാൻ. ഇത് പറന്ന് പറന്ന് ചിറക് കുഴയുമ്പോൾ തേടുന്ന ഒരു ഒളിവിടമുണ്ട്, വലിയ പാറയുടെ വിള്ളൽ. ആ വിള്ളലേക്ക് പ്രാവ് കയറി ഇരുന്നിട്ട് കുറുകി 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 അവിടെ ഇരിക്കുക. ആ പാറയിൽ കുറുകിയിരിക്കുന്ന പ്രാവ് ഒരു കാര്യം അറിയാം: എനിക്കെൻ്റെ കൂട് നഷ്ടപ്പെട്ടത്, പഴയ പോലെ ഇരതേടാൻ പറ്റാത്തത്, എല്ലാവരെയും പോലെ പറക്കാൻ പറ്റാത്തത് എന്താണെന്നറിയാമോ? എൻ്റെ മേലെ എന്നെ ഇണയുടെ രക്തം വീണതുകൊണ്ടാണ്. ഇനി എനിക്ക് പുറത്തു വരണമെങ്കിൽ എൻ്റെ ഇണ വരണം. ഇണമെന്ന് വിളിക്കാതെ എനിക്ക് പുറത്തു വരാൻ പറ്റില്ല. അങ്ങനെ കുറുകി 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 ആ പ്രാവ് ആ പാറയുടെ പിളർപ്പിലിരിക്കുമ്പോൾ ഇവിടെ കർത്താവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ട ഉത്തമഗീതം പറയുന്ന കണ്ടോ? കടുംതൂക്കിൻ്റെ മറവിലും
പാറയുടെ പിളർപ്പിലും ഇരിക്കുന്ന പ്രാവേ, യേശുക്രിസ്തു എന്ന ഇണയുടെ രക്തം വീണതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടു, ഒതുക്കപ്പെട്ടു, മാറ്റി നിർത്തപ്പെട്ടു, ദുഃഖവും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചു. പക്ഷെ നമ്മുടെ പ്രാണനാഥൻ വന്ന് വിളിക്കുന്നൊരു വിളിയുണ്ട്, ഇവിടെ കയറി വരുവീൻ. ആ വലിയ പദ്ധതിയിൽ കാഹളനാദം കേൾക്കാൻ കാത്തിരിക്കുന്ന ഒത്തുകൂടുന്ന സംഘത്തോട് പത്രോസ് ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ചിതറിപ്പാർക്കുന്ന പരദേശികൾ. ദൈവസന്നിധിയിൽ ഒരുമിച്ച് എഴുന്നേൽക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ വരവിൻ്റെ കാലൊച്ച ഈ തലമുറ കേൾക്കും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആർത്തലച്ചു വരുന്ന ജീവിത സാഹചര്യത്തിൻ്റെ നടുവിൽ ഈ കോൺഫറൻസിൽ ഒത്തുകൂടുന്നൊരു സംഘം ചിതറിപ്പാർക്കുന്നവരെ വിളിക്കുകയാണ് മുന്നറിവിനൊത്തവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ടവർ. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. കർത്താവിൻ്റെ വരവെന്ന വലിയ ദർശനത്തെ അകത്തുനിന്ന് പ്രാപിക്കണം. ഇന്ന് രാത്രി ആ മുന്നറിവിൻ്റെ ഭാഗമായിട്ടാണ് നീ വന്നത്. നിനക്ക് പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്, ഒറ്റപ്പെടലും ഒതുക്കപ്പെടലും ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ സങ്കടങ്ങൾ മുഴുവനും ഉരുകി മാറുന്ന ആഴത്തിലുള്ളൊരു അറിവ്, ഒരു ദർശനം ഇന്ന് രാത്രി അകത്തിറങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആ കാഹളത്തിൻ്റെ ധ്വനി നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ജീവനോടെ രൂപാന്തരപ്പെടാനുള്ള ഭാഗ്യം നമുക്ക് മുൻപിലുണ്ട്. ഇന്ന് രാത്രി കർത്താവ് വന്നാൽ ഞാൻ പോകുമോ? ഈ ആത്മീയം കൊണ്ട് എനിക്ക് പോകാൻ കഴിയുമോ? ഇന്ന് രാത്രി ഒരു സ്വയശോധനയുടെ രാത്രിയാകണം. പ്രത്യാശ അകത്തുനിന്ന് നിറയട്ടെ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം പാസ്റ്ററെ. എനിക്കൊരു പ്രാർത്ഥന ആവശ്യമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ബലങ്കരം ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? നമ്മൾ ഒരുമിച്ച് ദൈവമുഖത്തേക്കൊന്ന് നോക്കുകയാണ്. എനിക്കൊരു ആശ്വാസം വേണം. ഒരുപാട് പ്രതിസന്ധികൾ എനിക്ക് മുൻപിലുണ്ട്. പക്ഷേ ഇന്ന് രാത്രി വചനത്തിലൊന്ന് ആശ്രയിച്ചിട്ട് കർത്താവേ, എനിക്കൊരു ആശ്വാസം വേണം. ഒരാത്മികൻ്റെ ആശ്വാസം അതാണ്, എൻ്റെ കർത്താവ് വരും എന്നതാണ്. ആ വചനത്താലുള്ള ആശ്വാസം ഇന്ന് രാത്രി ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിത്യതയുടെ വലിയ ആ പെയിനകത്ത് ദൈവം നൽകണമേ. ആധികൾ, ആകുലങ്ങൾ, വേദനകൾ, ഭാരങ്ങളുടെ മേൽ ഒരു വലിയ ദൈവകൃപ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരത്ഭുതം സംഭവിക്കട്ടെ. സ്ഥിതികൾക്കൊരു മാറ്റമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.